വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് സമ്മറിൽ പോയൊരു ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വർഷം എൻ്റെ ബാക്ക്ലോഗ്സ് എല്ലാം ഞാൻ തീർക്കും. ഈ വീഡിയോയുടെ ഡേ 1 കാണാത്തവർക്ക് ഞാനിതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. സോ അങ്ങനെ ഞങ്ങൾ ഡേ 1 കിടന്നുറങ്ങി, മെർലിൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് വി വെൻറ്റ് ബാക്ക് ഓൺ ദ സെയിം ഡേ. സോ ഡേ 2 ഓഫ് 10B ട്രിപ്പ്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കുകയാണ്. അത് പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇത്ര ഇടത്തുള്ളൂ ഇപ്പം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടി കാണുമല്ലോ. സോ അവിടെ ഒരു മാസ്റ്റർ ക്ലാസ് നടക്കുകയാണ്, ഗൊക്കമോളി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ മാസ്റ്റർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. ഞങ്ങൾ ബാഗ്സ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റി വി ആർ ഹെഡിങ് ടു 10B ബീച്ച്. 10B ബീച്ചാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. പിന്നെ എവിടും ഒരു സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് ഞങ്ങൾ അതിന് ഒട്ടും സമയം കളഞ്ഞില്ല. ഞങ്ങൾ അടുത്ത സെൽഫീസും കാര്യങ്ങളും ഒക്കെ എടുത്ത് സോ വി സ്റ്റാർട്ടഡ് അവർ ജേർണി. സോ ഇന്നത്തെ ഞങ്ങളുടെ സാരഥി മെർലിനാണ്. സോ ഞങ്ങൾ ഷെയർ ഡ്രൈവ് ചെയ്തത്. സോ മെർലിൻ വാസ് ഡ്രൈവിംഗ് ടു 10B ബീച്ച്. സോ ഞങ്ങൾ അവിടെ എത്തി. അവിടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ബീച്ച് സൈഡിലോട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു. നിങ്ങളിപ്പോൾ കണ്ടത് വേറെ ഒന്നുമല്ല, റീൽ എങ്ങനെ എടുക്കണമെന്നുള്ള പ്ലാനിങ് ആൻഡ് ഡിറക്ഷനാണ് കണ്ടത്. സോ അതെല്ലാം കഴിഞ്ഞ് 1-2 റീൽ അവിടെ നിന്നും എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. മനോഹരമായ 10Bയുടെ ആ ഒരു ബീച്ച് സൈഡിലേക്കുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോയി. സോ ബേസിക്കലി ഇതൊരു ഇറ്റ് വാസ് എ ഡേ ഔട്ട് ഫ്രം ഓൾ അവർ സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റ്, അത്രയും ഉള്ളൂ. സോ ഞങ്ങളുടേതായ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, കടകൾ കണ്ടു, സൈറ്റ് സീയിങ് കണ്ടു, ഓരോ കാര്യങ്ങൾ ക്യാമറ കാണുമ്പോൾ ഞങ്ങളുടെ ഓരോ പോസുകൾ, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. ആൻഡ് ദാറ്റ് അതൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. ഒന്ന് മഴയൊക്കെ കാണിച്ചിരുന്നെങ്കിലും നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. സമ്മറിലെ പോകാൻ പറ്റിയ 10Bയിൽ പോകാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നു പാർക്കിങ്ങിൽ നിന്ന്. അങ്ങനെ നടന്ന് ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തി. ആ ഒരു നടന്ന് ചെല്ലുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ നല്ലതായിരുന്നു. അതൊക്കെ എത്രത്തോളം എനിക്ക് എൻ്റെ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞെന്നോ അതിനോടൊരു ജസ്റ്റിസ് പുലർത്താൻ കഴിഞ്ഞെന്നോ എനിക്കറിയത്തില്ല. എങ്കിലും അവിടെ ചെന്നു, ഞങ്ങൾ സെറ്റിലായി, അവിടെ ഇരുന്നു. അപ്പോഴത്തേന് വിശന്നു. രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങൾ കഴിച്ചു. കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഞങ്ങളെ തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ സീൽ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങളുടെ സമയത്ത് തന്നെ ഞങ്ങളവിടെ ചെന്നു, എങ്കിലും ബോട്ട് വന്നില്ല. ലോങ് ക്യൂ ആയിരുന്നു. ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു, ആർക്കും അറിയത്തില്ല. അവിടെ കണ്ട ഒരു ക്യൂവിൽ നിന്നു. ഞങ്ങൾ കഴിഞ്ഞ് വന്ന ക്യൂ ഒക്കെ കയറിയപ്പോഴും ഞങ്ങളുടെ ബോട്ട് വന്നില്ല. പക്ഷേ പയ്യെ തിന്നാ പനയും തിന്നാമെന്ന് പറയുന്ന പോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് ഞങ്ങൾ കയറിയ അതിന് മുന്നേ വന്ന ചെറിയൊരു ബോട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കയറിയ ബോട്ട് നല്ലതായിരുന്നു. തുടക്കത്തിൽ വിചാരിച്ചു, ഇത് എന്ത് ശോകമാണ്, ഇതൊക്കെയാണല്ലോ ഇത് പോകുന്നതെന്ന്. ഒരു സർട്ടൻ പോയിൻ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്പീഡ് അങ്ങോട്ട് തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ കയറിയത് ഒരു ഹൈ സ്പീഡ് ബോട്ടിലാണ് എന്നോ. അങ്ങനെ ആ മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഹൈ സ്പീഡ് ബോട്ടിൻ്റെ ആ ഒരു അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എവേ ഫ്രം ഓൾ ദ വറീസ്, എവേ ഫ്രം ഓൾ ദ സ്ട്രെസ്. ഒരു ഹാഫ് ആൻ അവർ നേരം നമ്മൾ ആ സീയിൽ എൻജോയ് ചെയ്തു. ഡിറ്റാച്ച് ഫ്രം ദ വേൾഡ്. നമ്മളെ തന്നെ സ്വയം മറന്ന് എൻജോയ് ചെയ്തൊരു സമയമാണ്.
sometimes I feel you need something like this in our life when we are really stressed out with our daily day-to-day work, അല്ലാതുള്ള സോഷ്യൽ ലൈഫ്. അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കണമെന്ന് നമുക്ക് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ദിസ് വാസ് റിയലി എ ബ്രേക്ക് ഫോർ us. ഞങ്ങളങ്ങനെ അതിൻ്റെ ഉൾഭാഗങ്ങളിൽ പോയി ഒരു അറൗണ്ട് ടെൻബിയുടെ ഒരു സൈറ്റ് സീയിങ് ടൂറായിരുന്നു അവർ കാണിച്ചത്. കുറേ കാര്യങ്ങൾ, കേവ്സും കാര്യങ്ങളും ഒക്കെ കണ്ടു. സീലിനെ കാണുന്നതായിരുന്നു അതിൻ്റെ വൺ ഓഫ് ദി ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷോറിലോട്ട് വന്നു, ബീച്ച് സൈഡിലോട്ട് വന്നു. ഒരു നല്ലൊരു ജേർണി ആയിരുന്നു. ഞങ്ങളതിന് ഞങ്ങളുടെ ആ ഒരു 2 days ട്രിപ്പ് ഞങ്ങൾ സക്സസ്ഫുൾ എന്നല്ല പറയുന്നത്, ഹാപ്പിലി ഞങ്ങൾ എൻഡ് ചെയ്ത് അവിടെ നിന്നെല്ലാം ഞങ്ങൾ റിട്ടേൺ ബാക്ക് ടു അവർ നോർമൽ ലൈഫ്. കാരണം വീട്ടിൽ പോകണം, ഹസ്ബൻഡ്സ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. സോ ടേക്കിംഗ് ടൈം ഔട്ട്, ഈ ഒരു 1.5 days എന്ന് വേണേൽ പറയാം. ഇന്നലെ ഈ തലേദിവസം ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ടെൻബിന്ന് വിടുമ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:30 മണിയോളമായി. എങ്കിലും ഈ ഒരു 1.5 days was worth it. It was a very good break for us. ഞങ്ങൾക്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു ട്രിപ്പ് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. വി ഓൾ ലവ് ഇറ്റ് ആൻഡ് ഹോപ്പ് വി വിൽ ഹാവ് മോർ ട്രിപ്സ് ടുഗെദർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മേ ബി ഇഫ് ഗോഡ് വില്ലിങ്. എങ്കിലും ദിസ് വാസ് ദി എൻഡ് ഓഫ് എ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. Come back again. We enjoy more videos. Until then, it's bye from me, Jissa. Thank you. Bye.